Hello, dear students. Welcome back to ISKC English. Dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന ഫസ്റ്റ് സെമ്മിന് വരുന്ന ജനറൽ പേപ്പർ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. എന്തായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നത് റൈറ്റിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ റൈറ്റിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് റൈറ്റിങ്ങും മറ്റൊന്ന് റൈറ്റിംഗ് സെന്റൻസസ് എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് റൈറ്റിംഗ്. എന്താണ് റൈറ്റിങ്ങിന്റെ പ്രത്യേകത? എന്താണ് റൈറ്റിംഗ്? അപ്പോൾ നോക്കൂ, writing is the act of combining symbols into meaningful words and sentences. അതായത് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിംബലുകൾ കമ്പൈൻ ചെയ്തിട്ട് മീനിങ് ഫുൾ വേർഡ്സും അതുപോലെ തന്നെ സെന്റൻസസും ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ്, ആക്ട്. ആ പ്രവൃത്തിക്കാണ് നമ്മൾ എന്ത് പറയാം? റൈറ്റിംഗ് എന്ന് പറയാം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ജസ്റ്റ് റൈറ്റിംഗിന്റെ ഒരു സ്മോൾ ഡെഫിനിഷൻ. അപ്പൊ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ട് ഓഫ് കമ്പൈനിങ് സിംബൽസിനെ കമ്പൈൻ ചെയ്യാം. അപ്പൊ സിംബൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. ഏതൊരു ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിലെല്ലാം അടിസ്ഥാനപരമായിട്ട് എന്തുണ്ട്? സിംബൽസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സിംബൽസ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ വിചാരിക്കാം ആൽഫബറ്റ് അല്ലെ, 26 അക്ഷരങ്ങൾ ചേർത്ത് പറയുന്ന ആൽഫബറ്റ്. അപ്പൊ ഇതാണെന്ന് ചിലപ്പോൾ കരുതും. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം അതിലെ സിംബൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതിലെ ശബ്ദങ്ങളാണ്. ശബ്ദങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാംഗ്വേജിന്റെ, ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വവ്വൽ ശബ്ദങ്ങൾ അതുപോലെ തന്നെ കോൺസോണന്റ് ശബ്ദങ്ങൾ, ഇത്തരത്തിൽ വരുന്ന വവ്വൽസ്, കോൺസോണൻസ്, ഡിഫ്തോങ്സ് അല്ലെ, ഇതെല്ലാമാണ് ശബ്ദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ശബ്ദങ്ങളെ പല രീതിയിൽ കമ്പൈൻ ചെയ്യുമ്പോൾ പല പല വാക്കുകൾ കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ എടുത്തോളൂ. ലാംഗ്വേജിൽ ആൽഫബറ്റിന്റെ എണ്ണം 26ആണ്. അത് നമുക്ക് കൂട്ടാനും പറ്റില്ല, കുറക്കാനും പറ്റില്ല. എന്നാൽ ആ 26 അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്ന വാക്കുകളുടെ എണ്ണമോ അനേകമാണ്. ആ ഒരു വ്യത്യസ്ത തരത്തിൽ കമ്പൈൻ ചെയ്യുമ്പോൾ വ്യത്യസ്ത വാക്കുകൾ കിട്ടും അല്ലേ. ഇനി നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി, നമ്മൾ 3 അക്ഷരങ്ങൾ അത് പല ഓർഡറിൽ ക്രമീകരിച്ചു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ വാക്കുകൾ കിട്ടും അല്ലെ. ഇപ്പൊ ABC എന്നുള്ളത് അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ കാറ് CAR അല്ലെ, അത് നമുക്ക് പല തരത്തിൽ ആ ഓർഡറുകൾ ഇങ്ങനെ മാറ്റാം. CAR എന്നുള്ളത് RAC എന്നാക്കാൻ പറ്റും, അതുപോലെ തന്നെ ARC എന്നാക്കാം. ഇങ്ങനെ പല ക്രമത്തിൽ നമ്മളത് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വേർഡ്സ് കിട്ടും. പക്ഷെ ഇങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അർത്ഥം ഉണ്ടാകും, മീനിങ് ഫുൾ ആയിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും, അർത്ഥം ഉണ്ടാവില്ല. അപ്പൊ ഇത്തരത്തിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള വാക്കുകളും സെന്റൻസുകളും ഉണ്ടാക്കുന്ന ആ ഒരു ആക്ടിനെയാണ് എന്ത് പറയുന്നത്? റൈറ്റിംഗ് എന്ന് പറയുന്നത്. സിംബൽസ് ആർ അറേഞ്ച്ഡ് ഇൻ certain കൺവെൻഷൻസ് ടു ഫോം വേർഡ്സ്. അതായത് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ സിംബൽസിനെ കമ്പൈൻ ചെയ്ത് വാക്കുകൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ആളുകൾക്കും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു കൺവെൻഷൻ, ഒരു പാരമ്പര്യമുണ്ട്, ഒരു രീതിയുണ്ട്. ഇപ്പൊ സെന്റൻസിനെ നോക്കൂ, സെന്റൻസിൽ അതിൻ്റെ ഭാഗങ്ങളുണ്ട് അല്ലെ. സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് അല്ലെ. നമ്മളിപ്പോ ഇതിൽ തന്നെ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു പേപ്പറിൽ നമ്മൾ പഠിക്കുന്നുണ്ട് പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പൊ ഇവിടെ ഈ പാർട്ടുകൾ നമുക്ക് തോന്നിയ പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്, സെന്റൻസിന്റെ ഓർഡർ അല്ലെ. അതുപോലെ തന്നെയാണ് പറയുന്നത്
ശബ്ദങ്ങളെ സിമ്പിൾസിനെ കമ്പൈൻ ചെയ്യാൻ എന്തുണ്ട്, ചില കൺവെൻഷൻസ് ഉണ്ട്, സെർട്ടൻ കൺവെൻഷൻസ്. അത് പ്രകാരം കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീനിങ് ഫുൾ വേർഡ്സ്, ആ വേർഡ്സിനെ പെർട്ടിക്കുലർ പാറ്റേൺ അനുസരിച്ചിട്ട് നമ്മൾ ക്രമീകരിക്കുമ്പോൾ മീനിങ് ഫുൾ സെന്റൻസസ് നമുക്ക് ലഭിക്കുന്നു. കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് പ്രാക്ടീസ് മേക്സ് യു എ പ്രൊഫിഷ്യന്റ് റൈറ്റർ. അതായത് നല്ലൊരു റൈറ്റർ, പ്രൊഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് എന്നാണ്. നല്ലൊരു റൈറ്റർ ആവണമെങ്കിൽ നമുക്ക് എന്തു വേണം, നിരന്തരമായിട്ടുള്ള ലേണിങ്ങും പ്രാക്ടീസും വേണം. അപ്പൊ കണ്ടിന്യൂസ് പ്രാക്ടീസ്, അതുപോലെ തന്നെ ലേണിങ്, കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് പ്രാക്ടീസ്, തുടർച്ചയായിട്ടുള്ള പഠനം അല്ലെ, കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് പ്രാക്ടീസ്, തുടർച്ചയായിട്ടുള്ള പഠനവും പ്രാക്ടീസും, ഇത് നിങ്ങളെ ഒരു നല്ല പ്രൊഫിഷ്യന്റ് റൈറ്റർ ആക്കുന്നു. റൈറ്റിംഗ് സ്കിൽസ് ആർ നോട്ട് സ്റ്റാറ്റിക് ബട്ട് ഡൈനാമിക്. ഇത് നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട്. റൈറ്റിംഗ് സ്കില്ല്, ഇത് ഞാൻ അന്നേ പറഞ്ഞതാണ്. റൈറ്റിംഗ് സ്കില്ലല്ല, ഏതൊരു സ്കില്ലിനെ സംബന്ധിച്ച് നമുക്ക് പറയാം, ഏതൊരു സ്കില്ലും സ്റ്റാറ്റിക് അല്ല, ഏതൊരു സ്കില്ലും ഡൈനാമിക് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സ്കില്ലും നിശ്ചലമല്ല. അതായത് ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതൊരു സ്കില്ലും സ്ഥിരമല്ല, അതിന് മാറ്റം ഉണ്ടാവും, ഡൈനാമിക് ആയിരിക്കും. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ഒരു സ്കില്ലല്ലേ, പക്ഷെ അത് നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് കണ്ടിന്യൂസ് ലേണിങ്ങും പ്രാക്ടീസും ആ ഒരു കാര്യത്തിൽ നമുക്ക് ഉണ്ടാകുമ്പോൾ ആ ഒരു സ്കില്ലിൽ നമ്മൾ എക്സ്പേർട്ട് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്കില്ല് നമ്മൾ അക്വയർ ചെയ്ത സമയത്ത്, നമ്മൾ നേടിയ സമയത്ത് എങ്ങനെയായിരുന്നുവോ ആ സ്റ്റേജിൽ നിന്നും നമ്മൾ ഇങ്ങനെ മാറും, നമ്മൾ മൂവ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഏതൊരു സ്കില്ലാണെങ്കിലും ശരി, അത് എന്തായിക്കോട്ടെ. ഇപ്പൊ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ ഞാനൊരു കാർ വാങ്ങിയ സമയത്ത് ഇങ്ങനെ പതുക്കെ എന്ത് ചെയ്യാം, അങ്ങനെ പോവും അല്ലേ. പക്ഷേ ഓരോ ദിവസം തോറും ഞാൻ ഉപയോഗിക്കുന്നതനുസരിച്ച്, കാറ് വാങ്ങിയതിനനുസരിച്ചിട്ടല്ല, ഞാനൊരു കാറ് വാങ്ങി അതെൻ്റെ വീട്ടിൽ ഷെഡിൽ അങ്ങനെ നിർത്തിയിട്ടു എന്ന് വിചാരിച്ചിട്ട് ഡ്രൈവിംഗ് എന്ന് പറയുന്ന സ്കില്ലിൽ എനിക്ക് മാറ്റം ഉണ്ടാവില്ല. ഞാനൊരു കാറ് വാങ്ങി നിരന്തരം ഡെയിലി ഞാനത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഡ്രൈവിംഗ് എന്ന് പറയുന്ന എൻ്റെ സ്കിൽ എന്താണ്, മാറും, മെച്ചപ്പെടും. കാരണം സ്കില്ല് ഡൈനാമിക് ആണ്, സ്റ്റാറ്റിക് അല്ല. The written communication addresses a larger group of audience than face-to-face communication. അപ്പോൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനേക്കാൾ എന്താണ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനും റിട്ടൺ കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം? ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ആളുകളോടാണോ സംസാരിക്കുന്നത് അവർ മാത്രമേ കേൾക്കുള്ളൂ. ഇപ്പൊ ഞാനിങ്ങനെ എന്ത് ചെയ്യാണ്, നിന്ന് സംസാരിക്കാണ് ഫേസ് ടു ഫേസ്. ഒരാളോട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്ന് വെക്കുക, അയാൾ മാത്രമേ കേൾക്കൂ. മൂന്നാളുണ്ടെങ്കിൽ 3 പേരെ കേൾക്കൂ അല്ലേ. പക്ഷെ എൻ്റെ ഈ സംസാരം ഇപ്പോഴത്തെ എൻ്റെ ഈ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ രീതിയിലാണ്. കാരണം എൻ്റെ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യാണ് അല്ലേ. അപ്പൊ ഇതാണ് ഒരു റിട്ടണിന്റെ പ്രത്യേകത, അതാണ്. അതായത് മറ്റുള്ള രീതികളെ പോലെയല്ല. റിട്ടൺ എന്ന് പറയുമ്പോൾ അവിടെ അതൊരു സോഴ്സ് ആണ്. ഏതൊരു സമയത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതായത് റിട്ടൺ എന്ന് പറയുമ്പോൾ അത് ഡോക്യുമെന്റഡ് ആണ്, അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ റിട്ടൺ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം എന്ത് ചെയ്യാൻ, അത് നമ്മൾ എഴുതി ഉണ്ടാക്കാൻ. കാരണം നമ്മൾ ഈ സംസാരിക്കുന്ന പോലെയല്ല, നമ്മൾ പറയുമ്പോൾ അത് ആരാണോ കേൾക്കുന്ന ആ സമയത്ത് അവരിലേക്ക് എത്തുള്ളൂ. എന്നാൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ്സസ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ്. അതായത് അതൊരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിലേക്ക് എത്തുകയാണ്. ഇപ്പം ഞാനൊരു പുസ്തകം എഴുതിയുണ്ടാക്കി, ആ പുസ്തകം പബ്ലിഷ് ചെയ്തു, 10,000 കോപ്പി ഞാൻ അതിൻ്റെ ഇറക്കി. 10,000 കോപ്പി ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 10,000 ആളുകൾ വായിക്കുന്നല്ല, അത് 10,000 ആളുകൾ വാങ്ങും. പക്ഷേ ആ 10,000 പുസ്തകങ്ങൾ എത്രയോ ആളുകൾ വാങ്ങും. കാരണം ഒരു പുസ്തകം ഒരാൾക്കല്ല വായിക്കാൻ പറ്റുക, ഒരു പുസ്തകം എത്രയോ ആളുകൾക്ക് വായിക്കാൻ പറ്റും.
അതേ സമയത്ത് ഞാനൊരു ഫേസ് ടു ഫേസ് ഒരു കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ ആരോടാണോ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ വായിൽ നിന്നും അയാൾക്ക് മാത്രമേ കേൾക്കാൻ പറ്റൂ. എന്നാൽ അങ്ങനെയല്ല എന്ത് റിട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ. റിട്ടൺ എന്ന് പറയുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യുന്നത് ഒരു ലാർജർ ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിനെയാണ് ദാൻ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻസ്. എന്തിനേക്കാൾ? ഫേസ് ടു ഫേസ് കോൺവെർസേഷൻസിനേക്കാൾ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതായത് മിസ്റ്റേക്സ് വരാതിരിക്കാൻ നമ്മൾ വളരെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇത്തരത്തിലുള്ള, അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എൻ്റെ മീഡിയം എന്ന് പറയുന്നത് ഞാൻ സംസാരിക്കുമ്പോൾ സ്പോക്കൺ ആണെങ്കിലും, അതായത് ഈ ഒരു സംസാരം എന്ന് പറയുന്നത്, ഈ ക്ലാസ് എന്ന് പറയുന്നത് റെക്കോർഡഡ് ആയതുകൊണ്ട് തന്നെ ഇത്തരം ക്ലാസ്സുകൾ ഏകദേശം ഒരു റിട്ടൺ പോലെയാണ്, അല്ലെങ്കിൽ ഒരു റിട്ടൺ മെറ്റീരിയലിൻ്റെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഒരു റിട്ടൺ മെറ്റീരിയൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന പോലെ, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട പോലെ തന്നെ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലും നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. കാരണം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രേഖയായിട്ട്, കാരണം ഈ ക്ലാസ് ഏകദേശം ഒരു റിട്ടൺ മെറ്റീരിയൽ, ഒരു ഡോക്യുമെന്റ് ആയിട്ട് അവിടെ എന്നും അവശേഷിക്കാണ്. അതുപോലെ തന്നെയല്ലേ നമ്മുടെ ക്ലാസ്സും. ഇനി നോക്കൂ, ദ റൈറ്റിംഗ് പ്രോസസ് includes 5 steps. ഇനി നമ്മൾ റൈറ്റിംഗ് പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് 5 സ്റ്റെപ്പുകളുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാണ്, നമ്മളുടെ റൈറ്റിങ്ങിനൊന്നും എന്തില്ല, 5 സ്റ്റെപ്പില്ല. നമ്മളെ റൈറ്റിങ്ങിന് ആകെ വരുന്നത് ഒറ്റ സ്റ്റെപ്പാണ്. ശരിക്കും അങ്ങനെയല്ല. റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ്സ് 5 സ്റ്റെപ്സ്. 5 സ്റ്റെപ്പ് വരുന്നുണ്ട്. നമ്മൾ ഈ 5 സ്റ്റെപ്പുകളിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ, അങ്ങനെയാണ് നമ്മളൊരു മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ മിസ്റ്റേക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഈ സ്റ്റെപ്പുകളൊന്നും ഓർത്ത് വെച്ചോളൂ, എഴുതാൻ സുഖമല്ലേ, പഠിക്കാൻ എളുപ്പമല്ല. ഒന്ന് പ്രീ റൈറ്റിംഗ് ആണ്. പ്രീ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എഴുതാൻ തുടങ്ങുന്നതിൻ്റെ മുൻപത്തെ സ്റ്റെപ്പ് അല്ലേ. പ്രീ റൈറ്റിംഗിൽ എന്തൊക്കെ ചെയ്യേണ്ടത്? നമ്മൾ എഴുതാൻ തുടങ്ങിയിട്ടില്ല, തുടങ്ങുന്നതിന് മുൻപാണ് പ്രീ റൈറ്റിംഗ്. റൈറ്റിംഗിന്റെ മുൻപ് എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഓർഗനൈസ് യുവർ ടോപ്പിക്. നമ്മളൊരു വിഷയം എഴുതാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു ടോപ്പിക് ഉണ്ടാവും. ആ ടോപ്പിക് ഒന്ന് നമ്മൾ ഓർഗനൈസ് ചെയ്യാം. ഒന്ന് എന്തെല്ലാമാണോ എഴുതേണ്ടത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ചുണ്ടാക്കുക. ഏതുപോലെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമ്മളൊരു പ്രീ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ആ പാചകത്തിന് ആവശ്യമായ വസ്തുക്കളൊക്കെ കയ്യെത്തുന്ന അടുത്തൊന്നും സെറ്റ് ചെയ്യൂലേ, പ്രത്യേകിച്ച് വീഡിയോ എടുക്കുകയാണെങ്കിൽ. കാരണം എന്നിട്ട് ആ വീഡിയോ എടുക്കുന്ന ആൾ പറയില്ലേ ഇന്ന സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറയില്ലേ. അതുപോലെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുക. ദാറ്റ് ഈസ് ഓർഗനൈസ് യുവർ ടോപ്പിക്. രണ്ടാമത്തേത് ബ്രെയിൻ സ്റ്റോം യുവർ ഐഡിയാസ്. അതായത് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഐഡിയാസിനെ ബ്രെയിൻ സ്റ്റോം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് സ്വരുക്കൂട്ടിയെടുക്കുക, ഒന്ന് ചിന്തിച്ച് പാകപ്പെടുത്തിയെടുക്കുക. അതാണ് ബ്രെയിൻ സ്റ്റോം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ നമ്മളെ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിച്ചു, സെറ്റാക്കി. മൂന്നാമത്തെ കാര്യമാണ് കളക്ട് ഡേറ്റ. അതിനാവശ്യമായിട്ടുള്ള ഡേറ്റകൾ, അത് എഴുതാൻ ആവശ്യമായ ഡേറ്റകൾ പലയിടത്തും ആയിരിക്കും കടക്കുന്നത്. ഇപ്പൊ ഒരു വിഷയം നമ്മൾ എഴുതാൻ പോവാണെന്ന് വെക്കുക, അതിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ പല പുസ്തകത്തിൽ നിന്നും എടുക്കേണ്ടതായിരിക്കും. അതാ പല പുസ്തകങ്ങളിൽ നിന്നും എവിടുന്നാണോ അവിടുന്ന് കളക്ട് ചെയ്യുക. ഇതാണ് പ്രീ റൈറ്റിംഗിൽ വരുന്ന 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐഡിയാസിനെ ഓർഗനൈസ് ചെയ്യുക, ടോപ്പിക് ഓർഗനൈസ് ചെയ്യുക, ഐഡിയാസ് ബ്രെയിൻ സ്റ്റോം ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഡാറ്റയ്ക്ക് ഒന്ന് കളക്ട് ചെയ്യുക. രണ്ടാമത് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റിംഗ് ആണ്. നമ്മളൊരു കരട്, ഒരു രൂപരേഖ തയ്യാറാക്കി ഉണ്ടാക്കുക. രണ്ടാമത്തെ ഡ്രാഫ്റ്റ് ആണ്. അതായത് ഈ ഡ്രാഫ്റ്റിന്റെ ടൈം എന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റിംഗ് ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഡ്രാഫ്റ്റിംഗ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ക്രിയേറ്റ് എ റഫ് കോപ്പി. നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു റഫ് കോപ്പി നമ്മൾ തയ്യാറാക്കും. അതുപോലെ തന്നെ 2 നമ്മളിവിടെ ചെയ്യുന്നത് അറേഞ്ച് യുവർ ഐഡിയാസ്. നേരത്തെ നമ്മൾ ഐഡിയാസിനെ ബ്രെയിൻ സ്റ്റോം ചെയ്തില്ലേ, ആ ബ്രെയിൻ സ്റ്റോം ചെയ്യാന്ന് പറഞ്ഞാൽ ഐഡിയാസ് എവിടെ ഉണ്ട്, നമ്മൾ അതിനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു, ഒന്ന് കറക്റ്റ് ചെയ്തു അല്ലേ. ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഓർഡർ ചെയ്യാം. ഇപ്പൊ അതായത് നമ്മൾ ഐഡിയാസ് എന്ന് പറയുമ്പോൾ നമുക്ക് 5 പോയിന്റ്സ് ഉണ്ട് നിൽക്കുക. അപ്പൊ ആ പോയിന്റ്സ് അറേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്തിന്റെ ക്രമത്തിലാണോ നമ്മൾ എന്തിന്റെ ക്രമത്തിലാണോ എന്തിന്റെ അടിസ്ഥാനത്തിലാണോ സീക്വൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ നമ്പർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ അവയൊന്ന് ചിട്ടപ്പെടുത്തിയെടുക്കുക. ഒന്നാമത് വേണ്ടത് ഒന്നാമത്, 2, 3, 4, 5 ആണെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്യുക, ദാറ്റ് ഈസ് അറേഞ്ച്. അതിനുശേഷം ഗെറ്റ് ഫീഡ്ബാക്ക് ഓൺ യുവർ ടോപ്പിക്. നിങ്ങളുടെ ടോപ്പിക് ഉണ്ടല്ലോ, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നും എന്ത് ചെയ്യാം, ഫീഡ്ബാക്ക് ആവശ്യപ്പെടാം. അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രാഫ്റ്റ് എന്ത് ചെയ്യാം, ആരുടെങ്കിലൊക്കെ മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യാം. അവരുടെ ഒപ്പീനിയൻ, അവരുടെ ഭാഗത്തു നിന്നും റിലയബിൾ ആയിട്ടുള്ള വ്യക്തികൾ, വിശ്വാസയോഗ്യമായിട്ടുള്ള ആളുകൾ, അവരുടെ ഭാഗത്തു നിന്നും എന്ത് ചെയ്യാം, ഫീഡ്ബാക്ക് എടുക്കുക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, എന്ത്, നമ്മൾ അതിനുള്ള ആളുകളെ എപ്പോഴും നമ്മൾ നോക്കി എടുക്കണം. അപ്പൊ ഇങ്ങനെ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ ചില ആളുകൾ അവര് നമ്മളെ കുറ്റം തന്നെ മാത്രം പറയും. ഞാനിപ്പോ ചിലപ്പോ എൻ്റെ ഈ ഒരു ക്ലാസ്, ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയാണ്, എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട്. ഞാനിപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയും എന്നോട്, എന്ത്, എന്നെ തളർത്തണ്ടെന്ന് കരുതിയിട്ട് പറയും, വളരെ നന്നായിട്ടുണ്ട്, ഉഷാറാണ്, ഇങ്ങനെ തന്നെ ചെയ്തോളൂ, ഇത് കണ്ടിന്യൂ ചെയ്യട്ടോ എന്ന് പറയും. കാരണം എന്നെ തളർത്തണ്ട, എന്നെ വിഷമിപ്പിക്കണ്ട. എന്നാൽ ഞാൻ അയച്ചു കൊടുക്കുന്നത് എൻ്റെ വളർച്ച അല്ലെങ്കിൽ എന്നോട് താല്പര്യമില്ലാത്ത ആളുകൾക്കാണെങ്കിൽ അവർ പറയുന്നത് ഇത് തീരെ ശരിയായിട്ടില്ല, ഇത് നിനക്ക് പറ്റില്ല, നീ ചെയ്യണ്ട എന്ന് പറയും, അല്ലേ? അപ്പൊ ഇത് 2 തരത്തിലുള്ള ആളുകളാവരുത്. നമ്മളുടെ യഥാർത്ഥ സുഹൃത്തുക്കളായിരിക്കണം. ഇപ്പൊ യഥാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ അവരെന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നമ്മളുടെ കുറവ് പറഞ്ഞു തരണം. ഇതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ, എന്നാ ഓക്കെയാണ്, സൂപ്പറാണ്, അങ്ങനെ പറയണം. കൃത്യമായിട്ട് അവർക്ക് തോന്നിയ മിസ്റ്റേക്സ് നമ്മളോട് ഓപ്പൺ ആയിട്ട് പറയണം. ഇനി അടുത്ത സ്റ്റേജ്, ഇപ്പൊ നമ്മൾ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി, 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് റിവൈസിങ് ആണ്. അതൊന്ന് റിവൈസ് ചെയ്യുക, ദാറ്റ് മീൻസ് ഒന്നും കൂടി ഒന്ന് തിരുത്തി മെച്ചപ്പെടുത്തുക, ദാറ്റ് ഈസ് റിവൈസിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്രൂവ് യുവർ റൈറ്റിംഗ്, നിങ്ങളുടെ റൈറ്റിംഗ് ഒന്നുകൂടി മെച്ചപ്പെടുത്തുക. നിങ്ങൾ ഉപയോഗിച്ച ഭാഷയിൽ അവിടെ ഇവിടെയൊക്കെ ചില പോളിഷ് ഒന്ന് ചെയ്യണം, ഒന്ന് ഇംപ്രൂവ് ചെയ്യണം, അത് ചെയ്യാം. 2, സ്പെല്ല് ചെക്ക്. ഇത് പ്രധാനപ്പെട്ടതാണ്, സ്പെല്ലിങ്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഞാനും പറയാറുണ്ട്, ഞാൻ ഒരു ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ പല വാക്കുകളും ചെറിയ മിസ്റ്റേക്കുകൾ വരുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, പലപ്പോഴും എഡിറ്റ് ചെയ്യുമ്പോൾ ഈസ് പലപ്പോഴും ഇന്നായിട്ട് മാറാറുണ്ട്. ഇപ്പൊ എൻ്റെ കണ്ണിൽ പെടാത്തതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടോ. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ എഡിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, കൈകൊണ്ട് എഴുതിയിട്ടുണ്ടാക്കുന്ന മെറ്റീരിയലാണ്. അപ്പൊ പലപ്പോഴും അത് എഡിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടൈപ്പ് ചെയ്ത് എഡിറ്റ് അല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, ഗൂഗിൾ ഫോട്ടോ എടുത്തിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഫോട്ടോ എടുക്കുമ്പോൾ ചിലപ്പോൾ പല വാക്കുകളും മറ്റു പല വാക്കുകളുമായിട്ട് മാറും. പക്ഷെ എന്നാലും ഞാൻ വായിച്ചു നോക്കാറുണ്ട്. അപ്പൊ വായിച്ചു നോക്കുമ്പോൾ പലപ്പോഴും ചിലതൊന്നും ആ സമയത്ത് എൻ്റെ കണ്ണിൽ പെടുന്നില്ല, ചില വാക്കുകൾ. കാരണം ഞാനത് ചിലപ്പോൾ അത് അപ്ലോഡ് ചെയ്തിട്ടായിരിക്കും കാണുന്നത്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണല്ലോ. ആ വീഡിയോക്കുള്ളിൽ എഡിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് അല്ല, ബുദ്ധിമുട്ടാണത്, കഴിയുമെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായി കഴിഞ്ഞാലും നിങ്ങൾ നോട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് മിസ്റ്റേക്സ് വല്ലതും ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ രീതിയിലല്ലേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെൽ ചെക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ അടുത്തത് ചെക്ക് യുവർ വൊക്കാബുലറി. അടുത്തതാണ് വൊക്കാബുലറി ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, അതായത് വൊക്കാബുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ് ആണ്. വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം ക്ലാസ്സുകളെല്ലാം അക്കാദമിക് ആണ്. ഈ അക്കാദമിക് എന്ന് പറയുമ്പോൾ അവിടെ അക്കാദമിക് വേർഡ്സ് ഉപയോഗിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതായത് അക്കാദമിക് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. നമ്മൾ എക്സാമുകളും പുസ്തകങ്ങളും അതുപോലെ സംബന്ധമായ അസൈൻമെന്റ്സിലെല്ലാം ഉപയോഗിക്കേണ്ട വാക്കുകൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. പ്രൊവൈഡ് എന്നുള്ളത് ഒരു അക്കാദമിക് വേർഡാണ്, പ്രൊവൈഡ്. എന്നാൽ അതേ സമയത്ത് ഗിവ് എന്നുള്ളത് ഒരു ഇൻഫോർമൽ ആണ്, അക്കാദമിക് അല്ല. അപ്പൊ മിക്കവാറും നമ്മൾ എക്സാംസ് അതുപോലെ തന്നെ പുസ്തകങ്ങൾ അസൈൻമെന്റ്സ് ഒക്കെ എഴുതുകയാണെങ്കിൽ നമ്മൾ പ്രൊവൈഡ് എന്ന വേർഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതാണ് ചെക്ക് യുവർ വൊക്കാബുലറി. വൊക്കാബുലറിക്ക് ഒന്ന് ചെക്ക് ചെയ്യാം.
ഇത്തരത്തിൽ നമ്മുടെ ശ്രദ്ധയിൽ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ടാബൂസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ടാബൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാദമിക് ആയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഫോർമൽ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മോശമാവുന്നത്. കാരണം അത്തരം ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത പ്രയോഗങ്ങൾ, ഇവയ്ക്കാണ് നമ്മൾ ടാബു എന്ന് പറയാം. അപ്പൊ ഇത്തരം വല്ലതും നമ്മളുടെ കണ്ണിൽ പെടാത്തതുണ്ടോ, ശ്രദ്ധയിൽ പെടാത്തതുണ്ടോ എന്ന് എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഇത് ചെക്ക് ചെയ്ത ശേഷം കണ്ടെത്തി കഴിഞ്ഞാൽ നാലാമത്തെ സ്റ്റെപ്പാണ് എന്ത്, എഡിറ്റ് ചെയ്യാന്നുള്ളത്. ഈ എഡിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ചെയ്യേണ്ട കാര്യം പ്രൂഫ് റീഡ് യുവർ വർക്ക്. നിങ്ങളെ വർക്ക് പ്രൂഫ് റീഡ് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആരാണ് ഇപ്പൊ ഞാനൊരു അക്കാദമിക് എസ്സേ എഴുതി, അത് ആരാണ് പ്രൂഫ് റീഡ് ചെയ്യേണ്ടത്? ഞാനല്ല, വിശ്വസ്തനായ എൻ്റെ ഒരു സുഹൃത്തിനെ ഏൽപ്പിക്കാം. അയാളോടൊന്ന് പ്രൂഫ് റീഡ് ചെയ്യാൻ പറയാം, അഭിപ്രായം പറയാം. കാരണം ഞാൻ എഴുതിയ ഒരു വസ്തു പല തവണ ചിലപ്പോൾ ഞാൻ വായിച്ചാലും അതിൽ മിസ്റ്റേക്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നൂല. അപ്പൊ അതുകൊണ്ട് മിക്കവാറും പ്രൂഫ് റീഡ് ചെയ്യാൻ നമ്മളുടെ ഒരു സുഹൃത്തിനെ ഏൽപ്പിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ ഒരു കൊളീഗ്, നമ്മളെപ്പോലുള്ള വ്യക്തി. കാരണം നമ്മൾ അക്കാദമിക് ആയിട്ടുള്ള ഒരു കാര്യം എഴുതിയത് അത് വായിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരിക്കലും ഒരു ലേ പേഴ്സൺ, ഒരു ഓർഡിനറി പേഴ്സൺ അല്ല ഏൽപ്പിക്കേണ്ടത്, അക്കാദമിക്കലി നമ്മളെപ്പോലുള്ള ഒരാൾ. അടുത്തത് മേക്ക് ഷുവർ ദ റിട്ടൺ ഡോക്യുമെന്റ് ഈസ് ഒറിജിനൽ. അടുത്തത് എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡോക്യുമെന്റ് ഒറിജിനൽ ആണ്, നമ്മൾ എഴുതിയത് ഒറിജിനൽ ആണ് എന്ന് ഉറപ്പുവരുത്തണം. ഇത് നിർബന്ധമായ കാര്യം. അതായത് നമ്മൾ എഴുതിയതിൽ മറ്റുള്ളവരുടെ ഒന്നും നമ്മൾ കോപ്പി വന്നിട്ടില്ല, എല്ലാം നമ്മളുടെ സെന്റൻസ് ആണെന്ന് ഉറപ്പുവരുത്തണം. ഇനി അഥവാ മറ്റുള്ളവരുടേത് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് അതിന് നമ്മൾ കൊട്ടേഷനെ കാണിക്കുന്നതിന് വേണ്ടി അത് കൊട്ടേഷന്റെ ഉള്ളിൽ കാണിക്കണം. പറ്റുകയാണെങ്കിൽ ബ്രാക്കറ്റ് ഒന്ന് എവിടുന്ന് എടുത്തു, പുസ്തകം, റൈറ്ററുടെ പേരൊക്കെ നമ്മൾ കാണിക്കണം. ഇത് ചെയ്തില്ലെങ്കിൽ ഒരു ആരോപണമാണ്. അതിനെ വിളിക്കുന്ന പേരാണ് പ്ലാജിയറിസം എന്ന് വിളിക്കും. എന്താ വിളിക്കുക? പ്ലാജിയറിസം. അതായത് റിട്ടൺ മെറ്റീരിയലിൽ നമ്മൾ കോപ്പി അടിക്കാം, മറ്റൊരാൾ എഴുതിയത് അയാളുടെ സമ്മതമില്ലാതെ എടുത്തിട്ട് നമ്മുടെ സ്വയം മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് പ്ലാജിയറിസം. അപ്പൊ അത് വരാതിരിക്കാൻ എല്ലാം ഒറിജിനൽ ആണെന്ന് നമ്മൾ ഉറപ്പാക്കുക. അപ്പൊ ഈ പ്ലാജിയറിസം എന്ന പേര് ഞാനിവിടെ പറഞ്ഞു എന്നുള്ളൂ, നിങ്ങളെ ടെക്സ്റ്റിൽ പറയുന്നില്ല കേട്ടോ. ലാസ്റ്റ് ഘട്ടമാണ് പബ്ലിഷിങ്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ മക്കളെ എന്ത് ചെയ്യാണ്? പബ്ലിഷ് ചെയ്യാണ് നമ്മൾ, അഞ്ചാമത്തെ സ്റ്റേജ്. കാരണം ഇതൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്തതിന് ശേഷം, പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പബ്ലിഷ് ചെയ്തിട്ട് നമ്മൾ അത് ഡിലീറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്താ? പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. പബ്ലിഷ് ചെയ്യാൻ കൊള്ളാവോ എന്ന് വിലയിരുത്തുക, എന്നിട്ട് പബ്ലിഷ് ചെയ്യല്ലേ നല്ലത്. അപ്പൊ അതാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത്? ക്രിയേറ്റ് എ ക്ലിയർ ആൻഡ് ഫൈനൽ കോപ്പി. എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ക്ലിയർ ആൻഡ് ഫൈനൽ കോപ്പി ക്രിയേറ്റ് ചെയ്യാം. ആ ഫൈനൽ കോപ്പി എന്ത് ചെയ്യാം? പബ്ലിഷ് ചെയ്യാം. ഇത്രയാണ് റൈറ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി പറയാനുള്ളത് റൈറ്റിംഗ് സെന്റൻസസ് ആണ്. ഇതോടുകൂടി നമ്മളെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കും കേട്ടോ. നോക്കൂ, ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആർ ദ സെന്റൻസസ്. റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ ബിൽഡിംഗ് ബ്ലോക്സ്, അടിത്തറയാണ് എന്ത്? റിട്ടൺ സെന്റൻസസ് എന്നുള്ളത്. സെന്റൻസസ് കേട്ടോ. റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ ബിൽഡിംഗ് ബ്ലോക്സ്, റിട്ടൺ കമ്മ്യൂണിക്കേഷനെ ബിൽഡ് ചെയ്യുന്നത്, അതിന്റെ അടിത്തറ കല്ലുകൾ, അടിത്തറയാണ് എന്ത്? അതിന്റെ ഫൗണ്ടേഷൻ ആണ് എന്ത്? സെന്റൻസ്. എ സെന്റൻസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ്. എന്തിനെല്ലാമാണ് നമ്മൾ സെന്റൻസ് ഉപയോഗിക്കുന്നത്? സെന്റൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മളുടെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്യുന്നു. ഏത് രൂപത്തില്? ഇൻ ദ ഫോം ഓഫ് എ സ്റ്റേറ്റ്മെന്റ്. ഒന്നുകിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രസ്താവനയുടെ രൂപത്തില്, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റിന്റെ രൂപത്തില്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യന്റെ രൂപത്തില്, അല്ലെങ്കിൽ ഒരു കമാൻഡിന്റെ രൂപത്തില്, അല്ലെങ്കിൽ ആൻ എമോഷൻ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വികാരം, ഒരു വൈകാരികത. അപ്പൊ ഇമോഷന്റെയോ കമാൻഡിന്റെയോ
ക്വസ്റ്റ്യൻ്റെയോ റിക്വസ്റ്റിൻ്റെയോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയോ രൂപത്തിൽ നമ്മളുടെ ഉള്ളിലുള്ള തോട്ട്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെന്റൻസിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്, റിക്വസ്റ്റ്, ക്വസ്റ്റ്യൻ, കമാൻഡ്, ഇമോഷൻ ഇതെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള സെന്റൻസുകളാണ്. ഇനി നോക്കൂ, there are 4 types of sentences in the English language. ഇംഗ്ലീഷിൽ 4 തരം സെന്റൻസുകളുണ്ട്. എത്ര തരം സെന്റൻസുകളാണുള്ളത്? 4 തരം. അപ്പൊ ഇനിയായി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇത് ഇവിടെ പുസ്തകത്തിൽ ഈ ഭാഗത്ത് പറയുന്നില്ല, പക്ഷെ ഇത് പറയൽ നിർബന്ധമാണ്, എന്നാലേ വ്യക്തത വരുള്ളൂ. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സെന്റൻസിനെ പലതിൻ്റെ അടിസ്ഥാനത്തിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഈ 4 തരം എന്ന് പറഞ്ഞത് ബേസ്ഡ് ഓൺ വേർഡ് ഓർഡർ ആൻഡ് മീനിങ്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി വേറൊരു കാറ്റഗറൈസേഷൻ വരുന്നുണ്ട് ആ സെന്റൻസിൽ വരുന്ന ക്ലോസിന്റെ അടിസ്ഥാനത്തിൽ. കാരണം അത് നമുക്കിവിടെ വേറെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ ഈ പറയുന്നത് എന്താ, വേർഡ് ഓർഡർ. വേർഡ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസിനുള്ളിൽ അതിൻ്റെ ഉള്ളിലെ വാക്കുകളെ ക്രമീകരിച്ചിരിക്കുന്ന ഓർഡർ, ദാറ്റ് ഈസ് വേർഡ് ഓർഡർ. ആ വേർഡ് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ സെന്റൻസിനെ 4ആയി തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 4ലും 4 വേർഡ് ഓർഡർ ആയിരിക്കും. 4 വേർഡ് ഓർഡർ ആയിരിക്കും, 4ആയി തിരിച്ചിട്ടുണ്ട്. അതിലെ ഒന്നാണ് ഡിക്ലറേറ്റീവ് ഓർ അസേർട്ടീവ്. ഒന്നാമത്തേണ് ഇത്. ഈ പേര് മാത്രമേ പ്രശ്നമുള്ളൂ, സംഭവം ഈസിയാണ്, പേരൊന്ന് പഠിക്കൂ കേട്ടോ. ഡിക്ലറേറ്റീവ് ഓർ അസേർട്ടീവ് സെന്റൻസസ് 1. ഇതിന്റെ പ്രത്യേകത, ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസേർട്ടീവ് സെന്റൻസസ് എന്ന് പറയുന്ന ടൈപ്പ് കൺവേ ഇൻഫോർമേഷൻ. അതായത് ഇൻഫോർമേഷൻ കൺവേ ചെയ്യാം, ഇൻഫോർമേഷൻ പാസ് ചെയ്യാം, അറിവ് പാസ് ചെയ്യാം. അതിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്, അറിവ് പാസ് ചെയ്യാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ്. ഇനി ഒരു സെന്റൻസ് കൂടി പറയുന്നുണ്ട്, they make affirmative or negative sentences. ഇതിൽ 2 തരത്തിൽ വരുന്നുണ്ട്. ഏതൊക്കെയാ? ഒന്ന് അഫർമാറ്റീവ്. അപ്പോൾ ഡിക്ലറേറ്റീവ് ഓർ അസേർട്ടീവ് സെന്റൻസ് 2 തരമുണ്ട്. അതിൽ ഒന്നാണ് ഏത്? അഫർമാറ്റീവ്. അഫർമാറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. അതായത് നോട്ടോ, അതുപോലെ തന്നെ നോട്ടിന്റെ നെഗറ്റീവിന്റെ മറ്റു രൂപങ്ങളോ. അതായത് നോട്ട്, നോണ്, നണ്ണ്, നോ അല്ലേ. പിന്നെ കുറച്ച് സെമി നെഗറ്റീവ്സ് ഉണ്ട്. ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ബെയർലി, ഹാർഡ്ലി, റെയർലി, ഫ്യൂ, സെൽഡം എക്സെട്ര. ഇതുപോലുള്ള സെമി നെഗറ്റീവ്സ്. ഇവ വരാത്ത സെന്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയാ? അഫർമാറ്റീവ് എന്ന് പറയാ, അതായത് പോസിറ്റീവ് സെന്റൻസുകൾ. മറ്റൊന്നാണ് നെഗറ്റീവ് സെന്റൻസുകൾ. രണ്ടിനും ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒന്ന്, ദിസ് ഈസ് മൈ പെൻ, ഇത് എൻ്റെ പേനയാണ്. ഇവിടെ ദിസ് എന്നുള്ളതാണ് സബ്ജക്റ്റ്. ദിസ് എന്നുള്ളതാണ് സബ്ജക്റ്റ്. ദിസ് എന്നുള്ളത് ഒരു പ്രോനൗൺ ആണ്, ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ആണ്. ദിസ് ഈസ് മൈ പെൻ, ദിസ് ഈസ് മൈ പെൻ. സബ്ജക്റ്റ് വെർബ്, സബ്ജക്റ്റ് വെർബ്, ഇതാണ് ഇതിന്റെ പാറ്റേൺ. ദിസ് ഈസ് മൈ പെൻ. അടുത്തത് നെഗറ്റീവ് പറയാണ്, ദിസ് ഈസ് നോട്ട് മൈ പെൻ, ദിസ് ഈസ് നോട്ട് മൈ പെൻ, ഇതെന്റെ പേനയല്ല, ഇതെന്റെ പേനയല്ല. ദിസ് ഈസ് മൈ പെൻ, ഇതെന്റെ പേനയാണ്, ഇതെന്റെ പേനയാണ്. അപ്പൊ ദിസ് എന്നുള്ളത് സബ്ജക്റ്റ്, അതുപോലെ തന്നെ ഈസ് എന്നുള്ളത് ഓക്സിലറി വേർബ്, മൈ പെൻ ഇതിലെ കോംപ്ലിമെന്റ് ആണ് കേട്ടോ. അതായത് ഈ സെന്റൻസിന്റെ കംപ്ലീഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്, കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അതാണ് കോംപ്ലിമെന്റ്. കാരണം ഒരു സെന്റൻസിന്റെ ലാസ്റ്റ്, അതായത് ആര്, എന്ത്, ആർക്ക് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ? ഒബ്ജക്റ്റീവ് എന്ന് പറയാം കേട്ടോ. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇൻട്രോഗേറ്റ് ചെയ്യുക, പോലീസൊക്കെ ഇൻട്രോഗേറ്റ് ചെയ്യും. ഒരാൾ ഇൻട്രോഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും പോലീസൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കാം കേട്ടോ. ചോദ്യങ്ങൾക്കാണ് എന്ത് പറയാ? ഇൻട്രോഗേറ്റീവ് എന്ന് പറയാം. ക്വസ്റ്റ്യൻസ് കണ്ടോ. ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് ആർ യൂസ്ഡ് ഫോർ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ഓർ ഇൻഫോർമേഷൻ. കണ്ടോ, ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇൻഫോർമേഷൻ, അറിവിന് വേണ്ടി ഉപയോഗിക്കുന്ന സെന്റൻസുകളാണ് ഇൻട്രോഗേറ്റീവ്. ദീസ് സെന്റൻസസ് എൻഡ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മൾ ആദ്യം പറഞ്ഞ സെന്റൻസ് ഉണ്ടല്ലോ, പിന്നെ ആദ്യം പറഞ്ഞത് ഡിക്ലറേറ്റീവ്.
ആ ഡിക്ലറേറ്റീവ് സെന്റൻസ് എൻഡ് ചെയ്യുന്നത് ഫുൾ സ്റ്റോപ്പിലാണ്. എന്നാൽ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എൻഡ് ഇൻ വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. എൻഡ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. ചോദ്യങ്ങൾ അങ്ങനെയല്ലേ? ഇനി ഞാൻ ഇവിടെ പറയുന്നില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ ഇൻട്രോഗേറ്റീവ് സെന്റൻസുകൾ 3 തരമുണ്ട്. ഒന്ന് WH ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് അറിയില്ല അത് W എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട്, വിച്ച്, പിന്നെ വേറെ അല്ലെ. H പറഞ്ഞാൽ ഹൗ അല്ലെ. അപ്പൊ ഇങ്ങനെ WH ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, ഉത്തരം യെസ്സോ നോയോ വരുന്ന ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ അടുത്തത് ടാഗ് ക്വസ്റ്റ്യൻസ്, മീൻസ് ക്വസ്റ്റ്യൻ ടാഗ്. ഈ 3 കാറ്റഗറി ഇൻട്രോഗേറ്റീവ് സെന്റൻസിൽ വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിനൊരു എക്സാമ്പിൾ കേട്ടോളൂ. വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് ടീ? ഒരു കപ്പ് ചായ താങ്കൾ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. വുഡ് യു ലൈക്ക്? ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓക്സിലറി വേർബ്, മോഡൽ ഓക്സിലറി വുഡ് വെച്ചാണ് തുടങ്ങിയത്. വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് ടീ? ഒരു കപ്പ് ചായ താങ്കൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പൊ ഇതിന്റെ ആൻസർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പറയും യെസ് ഐ വുഡ്, അല്ലെങ്കിലോ നോ അല്ലെ എന്ന് പറയും. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ഏത്? ഇമ്പരേറ്റീവ്. പേര് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ഇമ്പരേറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. എ സെന്റൻസ് വിച്ച് മേക്സ് എ കമാൻഡ്, വിഷ് ഓർ റിക്വസ്റ്റ്. 3 കാര്യങ്ങളാണ്. ആ സെന്റൻസിൽ ഒന്നുകിൽ ഒരു കമാൻഡ് പറയും, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ്, അതുമല്ലെങ്കിൽ ഒരു വിഷ്. ഈ 3 കാര്യം പ്രധാനമായിട്ടും റിക്വസ്റ്റ് ഓർ കമാൻഡ്. റിക്വസ്റ്റ് ഓർ കമാൻഡ്. മൂന്നാമത്തെ വിഷ്. നോക്കൂ എക്സാമ്പിൾ. ഈ സെന്റൻസും എൻഡ് ചെയ്യുക ഫുൾ സ്റ്റോപ്പിലായിരിക്കും. മിക്കവാറും ഇത്തരം സെന്റൻസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക? വെർബ് വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമ്പിൾ, ഓപ്പൺ ദ ഡോർ. ഓപ്പൺ അല്ലെ, V1 വെർബ്. ആ വെർബ് വെച്ചാണ് തുടങ്ങിയത്. ഇതില് സബ്ജക്റ്റ് എന്ന് പറയുന്നത് യു എന്നാണ് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് പറയാന്നുള്ളൂ, ഇവിടെ ടെക്സ്റ്റിൽ പറയുന്നില്ല. ജസ്റ്റ് പറയുമ്പോൾ ഇങ്ങനെ അനുബന്ധം പറഞ്ഞു പോവാണ്. ഓപ്പൺ ദ ഡോർ മീൻസ് യു ഓപ്പൺ ദ ഡോർ എന്നാണ്. നീ ഡോറ് തുറക്കുക അല്ലെ, ഓപ്പൺ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു V1 വെർബ് വെച്ചാണ് ആ സെന്റൻസ് തുടങ്ങുന്നത്. ഇത് വേണമെങ്കിൽ നമുക്കൊരു കമാൻഡ് ആയിട്ട് എടുക്കാം. എന്നാൽ അടുത്തതാണ് പ്ലീസ് ബൈ മീ എ കേക്ക്. എനിക്കൊരു കേക്ക് വാങ്ങിത്തരും. പ്ലീസ്, ദയവ് ചെയ്ത്. പ്ലീസ് ബൈ മീ എ കേക്ക്. എനിക്കൊരു കേക്ക് വാങ്ങിത്തരും. ഇനി നാലാമത്തെ ടൈപ്പാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്, അതായത് ആശ്ചര്യം വരുന്ന സെന്റൻസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ആർ യൂസ്ഡ് ടു എക്സ്പ്രസ് സ്ട്രോങ് ഫീലിംഗ്സ് ഓർ ഇമോഷൻസ്. നമ്മളുടെ ഉള്ളിലെ ശക്തമായിട്ടുള്ള ഫീലിങ്സ്, ശക്തമായിട്ടുള്ള ഇമോഷൻസ് പുറത്ത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെന്റൻസ്. ഇത്തരം സെന്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയാം. ദീസ് സെന്റൻസസ് വിൽ എൻഡ് വിത്ത് ആൻ എക്സ്ക്ലമേഷൻ മാർക്ക്. മിക്കവാറും ഇത്തരം സെന്റൻസുകളുടെ മിക്കവാറും അല്ല, എന്തായാലും ഇത്തരം സെന്റൻസുകൾ അവസാനിക്കുന്നത് എക്സ്ക്ലമേഷൻ മാർക്കിലായിരിക്കും. ആശ്ചര്യ ചിഹ്നം, ഒരു വരയും താഴെ കുത്തും. ഒരു എക്സാമ്പിൾ, ഇതാണ് എക്സാമ്പിൾ. ഹോ ഹോ വാട്ട് എ നൈസ് ഐഡിയ. നമ്മളൊരു ആശയം, ഒരു ഐഡിയ കണ്ടു. ആ ഐഡിയ കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആശ്ചര്യപ്പെടുകയാണ് അതിൻ്റെ ആ ഒരു ഇത് കണ്ടിട്ട്. ഓയോ, അപ്പൊ നമ്മൾ പറയും ഓ എന്തൊരു ആശയമാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം കണ്ടു. അപ്പൊ നമ്മൾ പറയാണ് യു ആർ സോ പ്രിറ്റി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, മുൻപത്തെ സെന്റൻസിൽ ആ എക്സ്ക്ലമേഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒന്ന് വാട്ട് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ വേർഡ് അവിടെ ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഓ എന്ന് പറയുന്ന ഒരു സഡൻ ഫീലിങ്ങിനെ കാണിക്കുന്ന ഒരു വേർഡും ഒരു ഇന്റർജെക്ഷനും അവിടെ ഉപയോഗിച്ചു. എന്നാൽ രണ്ടാമത്തെ സെന്റൻസിൽ അതൊന്നും ഇല്ല. രണ്ടാമത്തെ സെന്റൻസ് എന്താണ്? ഒരു ക്ലിയർ സെന്റൻസാ. യു ആർ സോ പ്രിറ്റി. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോ പ്രിറ്റി എന്നുള്ളത് കാരണം ഒരു നോർമലിൽ പറഞ്ഞാൽ പോരാ. ആ നോർമലിനെ എന്ത് ചെയ്യണം? അതിൻ്റെ ആ ഒരു എക്സ്ക്ലമേഷനെ കാണിക്കണം. അതിനു വേണ്ടിയാണ് ആ സോ അവിടെ ഉപയോഗിക്കുന്നത്. യു ആർ സോ പ്രിറ്റി, അവസാനം എക്സ്ക്ലമേഷൻ മാർക്കും ഉണ്ട്.
അപ്പൊ ഇതാണ് 4 ടൈപ്പ് സെന്റൻസുകൾ. എന്തിന്റെ അടിസ്ഥാനത്തിൽ? വേർഡ് ഓർഡർ. ഇവിടൊക്കെ ഞാൻ പറഞ്ഞില്ലേ വേർഡ് ഓർഡറിന്റെ വ്യത്യാസം നിങ്ങൾ കണ്ടില്ലേ? ഒന്നാമത്തെ സെന്റൻസ് സബ്ജക്റ്റീവ് വെർബാണ് വന്നത്. രണ്ടാമത്തെ ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളാണ്, സബ്ജക്റ്റീവ് വെർബ് അല്ല. WH ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആദ്യം വരിക W അല്ലെങ്കിൽ H വരുന്ന ക്വസ്റ്റ്യൻ വേർഡ്, അത് കഴിഞ്ഞാൽ ഓക്സിലറി വെർബ്, വാട്ട് ഈസ്, വാട്ട് ആർ, വാട്ട് ഡു അല്ലെ. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ ഓക്സിലറി വെർബ്. എന്നാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിലോ നേരെ വരുന്നത് ഓക്സിലറി വെർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും അല്ലെ. ക്യാൻ യു ഹെൽപ്പ് മീ, വുഡ് യു ചോദിച്ചില്ലേ. ഇനി അതേപോലെ തന്നെ ടാഗ് ക്വസ്റ്റ്യൻ ആണെങ്കിലോ നേരെ ഓക്സിലറി വെർബ് വെച്ചാണ്. കണ്ടോ, പാറ്റേൺ മാറി. ഇനി ഇമ്പറേറ്റീവ് ആണെങ്കിലോ വെർബ് വെച്ചാണ് തുടങ്ങുക അല്ലെ. ഓപ്പൺ ദ ഡോർ ഞാൻ നേരത്തെ പറഞ്ഞു. എക്സ്ക്ലമേറ്ററി ആണെങ്കിലോ ആദ്യം അല്ലെ, എക്സ്ക്ലമേറ്ററി ആണെങ്കിലോ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇമോഷനെ കാണിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ്, അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താ, ഒരു അഡ്ജക്റ്റീവ് ആണ് അല്ലെ. വാട്ട് എ നൈസ്, അഡ്ജക്റ്റീവ് ആണ്, വിശേഷണമാണ്. വാട്ട് എ നൈസ് ഐഡിയ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, ബ്യൂട്ടിഫുൾ. വാട്ട് എ ഗുഡ് ബോയ്, എന്തൊരു നല്ല കുട്ടി അല്ലേ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഈ 4 സെന്റൻസിലും അതിന്റെ വേർഡ് ഓർഡർ ഡിഫറെന്റ് ആണ്. അതിനനുസരിച്ച് അതിന്റെ അർത്ഥത്തിലും മാറ്റമുണ്ട്. അപ്പൊ ഇങ്ങനെ വേർഡ് ഓർഡറിനെയും അർത്ഥത്തെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള 4 ടൈപ്പ് സെന്റൻസുകളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കാണുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.